പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് NIS പ്ലസ് ടു പൊളിറ്റിക്സിലെ ആറാമത്തെ ചാപ്റ്ററാണ്. ആറാമത്തെ ചാപ്റ്റർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡു യു മീൻ ബൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? മൗലിക അവകാശങ്ങൾ എന്നാൽ എന്താണ്? മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട പൗരാവകാശങ്ങളുടെ പട്ടികയെ മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട പൗര അവകാശങ്ങളുടെ പട്ടികയെ മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നു. ഇത് ഒരു രാഷ്ട്രത്തിലെ പൗരൻ എന്ന നിലക്കും സമൂഹത്തിലെ അംഗം എന്ന നിലക്കും വ്യക്തികൾക്ക് ലഭ്യമായ ചില സാമൂഹ്യ രാഷ്ട്രീയ ആനുകൂല്യങ്ങളാണ് അവകാശങ്ങൾ. രണ്ട് രീതിയിൽ. ഒന്നാമത്തത്, ഒരു രാഷ്ട്രത്തിലെ പൗരൻ എന്ന നിലക്ക് അവകാശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ അംഗം എന്ന നിലക്കും വ്യക്തികൾക്ക് ചില അവകാശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? 6 മൗലിക അവകാശങ്ങൾ ഏതെല്ലാമാണ്? 6 മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലിക അവകാശങ്ങളുടെ 6 വിഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയാണ് പറയുന്നത്. ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശം. രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3 ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5-ാമത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. 6-ാമത്തത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഈ 6 അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങളായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മെൻഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇൻകോർപ്പറേറ്റഡ് ബൈ 86 അമെൻഡ് ആക്ട്. 86-ാം ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ 21-ാം വകുപ്പിനൊപ്പം, അതായത് 21A-യുടെ 86-ാം ഭേദഗതി വഴി 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. 6-14 വയസ്സിനിടയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അത് ഓരോ പിതാവിൻ്റെയും അല്ലെങ്കിൽ ഓരോ രക്ഷിതാവിൻ്റെയും മേൽ ചുമതലയാണ്. ഈ കാര്യമാണ് 86-ാം വകുപ്പ് എ പ്രകാരം 21-ാം വകുപ്പിനൊപ്പം 21A-യുടെ 86-ാം ഭേദഗതി വഴി അമെൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന 4-ാമത്തത്, വാട്ട് ഈസ് ഇക്വിറ്റി? എന്താണ് സമത്വം? സമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാലോ, തുല്യ അവകാശങ്ങൾ. അതായത് എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതാണ് സമത്വം എന്ന് പറയുന്നത്. ഇവിടെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കണമെന്നും എല്ലാവർക്കും തുല്യമായ നിയമസംരക്ഷണം ഉണ്ടായിരിക്കണമെന്നുമാണ് ഈ സമത്വ സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ആളുകൾക്കും തുല്യ അവകാശങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് 6-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് റിട്ട്? വിച്ച് ആർ ദ? എന്താണ് കോടതി ഉത്തരവുകൾ? അവ ഏതെല്ലാമാണ്? ഇവിടെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി ഹൈക്കോടതിയെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെയോ സമീപിക്കുവാൻ ഒരു പൗരന് അവകാശം നൽകുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഓരോ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഇവിടെ മൗലിക അവകാശങ്ങളുടെ നടത്തിപ്പിന് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതും സംസ്ഥാന സർക്കാരുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാവുന്നതുമാണ്. ഇതിനെയാണ് റിട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. അതായത് ഈ കോടതി ഉത്തരവുകളായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് കോടതി റിട്ടുകൾ എന്ന് പറയുന്നത്. ഇനി വ്യത്യസ്ത രീതിയിലുള്ള റിട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്.
അതിലൊന്നാമത്തത് ഹേബിയസ് കോർപ്പസ്. ഒന്നാമത്തത് ഹേബിയസ് കോർപ്പസ്. അതായത് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയിൽ ഒരു ശൈലിയാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന കോടതി ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറയുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന കോടതി ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്നറിയപ്പെടുന്നത്. ഇവിടെ അറസ്റ്റ് ചെയ്ത രീതിയോ അറസ്റ്റിനുള്ള കാരണങ്ങളോ നിയമപരമായിട്ട് തൃപ്തികരമല്ലെങ്കിൽ കോടതിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ വിട്ടയക്കാൻ ഉത്തരവിടാവുന്നതാണ്. ഇത് ഹേബിയസ് കോർപ്പസിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തതാണ് മാൻഡാമസ്. മാൻഡാമസ് എന്നുള്ളത് ഒരു ലത്തീൻ പദമാണ്. ഇതിൻ്റെ അർത്ഥം വരുന്നത് കൽപ്പന എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇവിടെ തൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ നടത്താൻ അതിനു നിയമപരമായി ബാധ്യസ്ഥനായ സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സ്ഥാപനമോ തയ്യാറാവുന്നില്ലെങ്കിൽ അതുവഴി സ്വകാര്യ അവകാശങ്ങൾ തടയപ്പെട്ടുവെങ്കിൽ അക്കാര്യം ബോധ്യപ്പെടുന്ന കോടതി നൽകുന്ന കൽപ്പനയാണ് മാൻഡാമസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു നിയമപരമായിട്ട് ഒരു കാര്യം നടത്തി കൊടുക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥനോ സ്ഥാപനമോ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ സ്വകാര്യ അവകാശങ്ങൾ തടയപ്പെട്ടുവെങ്കിൽ ആ കാര്യം ബോധ്യപ്പെടുത്തുന്നതിനുള്ള കോടതി ഉത്തരവാണ്, കൽപ്പനക്കാണ് മാൻഡാമസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പ്രൊഹിബിഷൻ, നിരോധനം. മൂന്നാമത്തതാണ് നിരോധനം, പ്രൊഹിബിഷൻ. അധികാര പരിധിക്ക് പുറത്ത് ഒരു നിയമം നടപ്പാക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉന്നത കോടതി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി കീഴ്ക്കോടതികൾക്കോ അല്ലെങ്കിൽ മധ്യസ്ഥ കോടതികൾക്കോ നൽകുന്ന ഉത്തരവാണ് നിരോധനം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം സമീപിക്കുന്നത് പ്രാദേശികമായിട്ടുള്ള കോടതിയായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ജില്ലാ കോടതി, അതിൻ്റെ മുകളിൽ ഹൈക്കോടതി, അതിൻ്റെ മുകളിൽ സുപ്രീം കോടതി. അപ്പോൾ ഈ ഒരു കാര്യത്തെ തടഞ്ഞുകൊണ്ട് താഴെയുള്ള ജില്ലാ കോടതിക്കോ അല്ലെങ്കിൽ സെഷൻ കോടതികൾക്കൊക്കെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ നൽകുന്ന ഉത്തരവിനെയാണ് പ്രൊഹിബിഷൻ, നിരോധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോ വാറന്റ് ആണ് നാലാമത്തത്. എന്തധികാരത്തിന്മേൽ എന്നാണ് കോ വാറന്റോ എന്നതിൻ്റെ അർത്ഥം. എന്തധികാരത്തിൻ്റെ മേൽ എന്നതാണ് കോ വാറന്റോ എന്നതിൻ്റെ അർത്ഥം. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾ വഹിക്കുന്ന സ്ഥാനത്തിന് അർഹനല്ലെന്ന് കോടതിക്ക് ബോധ്യമാകുന്ന പക്ഷം അയാൾ ആ സ്ഥാനത്ത് നിന്ന് കാര്യനിർവഹണം നടത്തുന്നത് നിയന്ത്രിക്കുന്നതിനെയാണ്, അതിനുവേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് കോ വാറന്റോ ഉത്തരവ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾ വഹിക്കുന്ന സ്ഥാനത്തിന് അർഹനല്ല എന്ന് കോടതിക്ക് ബോധ്യമാകുന്ന പക്ഷം ആ സ്ഥാനത്തിരുന്ന് കാര്യനിർവഹണം നടത്തുന്നത് നിയന്ത്രിക്കുന്നതിനാണ് കോ വാറന്റോ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു വിജിലൻസ് കേസിലാകപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരുന്ന് ഇനിയും കാര്യങ്ങൾ നടത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ വന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന് ആ കാര്യനിർവഹണം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ജോലി താൽക്കാലികമായിട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുവാനൊക്കെ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോ വാറന്റോ ഉത്തരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സെർഷിയോററി. ഇത് വരുന്നത് കീഴ്ക്കോടതിയോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരിയോട് അവിടെ വിചാരണയിലിരിക്കുന്ന കേസിൻ്റെ രേഖകൾ ഉന്നത അധികാരിക്കോ അല്ലെങ്കിൽ കോടതിക്കോ കൈമാറാൻ ആവശ്യപ്പെടുന്ന ഉത്തരവിനെയാണ് സെർഷിയോററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കീഴ്ക്കോടതിയോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരിയോട് വിചാരണയിലിരിക്കുന്ന കേസിൻ്റെ രേഖകൾ ഉന്നത അധികാരികൾക്കോ അല്ലെങ്കിൽ കോടതികൾക്കോ കൈമാറാൻ ആവശ്യപ്പെടുന്ന കോടതി ഉത്തരവാണ് സെർഷിയോററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി
നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗിവൺ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുടെ പ്രാധാന്യം എന്താണ്? മൗലികാവകാശങ്ങളുടെ പ്രാധാന്യങ്ങൾ എന്തെല്ലാമാണ്? ഇവിടെ ഭരണഘടനയുടെ 3ാം അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. ഒന്നാമത്തത്, പൗരന് സ്വാതന്ത്ര്യവും സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സഹായിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഒരു പൗരന് സ്വാതന്ത്ര്യവും സന്തോഷകരവുമായ ജീവിതം നയിക്കുവാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ന്യൂനപക്ഷങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് സഹായിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ മൂന്നാമത്തത്, ചില പ്രത്യേക അംഗീകാരങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. നാലാമത്തത്, ഇതിൻ്റെ അഭാവത്തിൽ ജനാധിപത്യം സാധ്യമല്ല. മൗലിക അവകാശങ്ങൾ ഇല്ലാതെ ഒരിക്കലും ജനാധിപത്യം നിലനിർത്തുവാൻ സാധിക്കുകയില്ല. ഇനി 5ാമത്തെ കാര്യം, രാഷ്ട്രത്തിൻ്റെ മതേതര സ്വഭാവം നിലനിർത്തുക. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ധാരാളം മതങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. അതുകൊണ്ട് തന്നെ മതേതര സ്വഭാവം നിലനിർത്തുവാൻ മൗലിക അവകാശങ്ങൾ നിർബന്ധമാണ്. ഇതിലെ ആക്ട് 40 മുതൽ 32 വരെ, ആക്ട് 14 മുതൽ 32 വരെ, ആക്ട് 14 മുതൽ 32 വരെയുള്ള വകുപ്പുകൾ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വിമർശകരുടെ അഭിപ്രായത്തിൽ മേൽപ്പറഞ്ഞ മൗലിക അവകാശങ്ങൾ ഒരു കൈകൊണ്ട് കൊടുക്കുകയും മറ്റേ കൈകൊണ്ട് എടുക്കുകയും ചെയ്യുന്നു എന്നതാണ്. അവരുടെ ചില വിമർശകർ പറയുന്ന ഒരു കാര്യം, മൗലിക അവകാശങ്ങൾ ഒരു കൈകൊണ്ട് കൊടുക്കുകയും മറ്റേ കൈകൊണ്ട് എടുക്കുകയും ചെയ്യുന്നു എന്നാണ്. അതായത് മൗലിക അവകാശങ്ങൾ പൂർണ്ണമല്ല എന്നർത്ഥം. എല്ലാതും ഒരു ഭാഗത്ത് അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും മറുവശത്ത് ആ അവകാശങ്ങളൊന്നും കൃത്യമായി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് എന്തുകൊണ്ടെന്നാൽ, അവകാശങ്ങൾ അനുഭവിക്കണമെങ്കിൽ പൗരന്മാർ അതോടൊപ്പം തന്നെ ചില കടമകളും അനുഷ്ഠിക്കുവാൻ ബാധ്യസ്ഥരാണ്. രാഷ്ട്രത്തിൽ ആഭ്യന്തര പ്രശ്നമോ വൈദേശിക പ്രശ്നമോ ഉണ്ടാവുകയാണെങ്കിൽ മൗലിക അവകാശങ്ങൾക്ക് രാഷ്ട്രം വിലക്ക് കൽപ്പിക്കുന്നുണ്ട്. അതായത് പ്രത്യേകമാക്കപ്പെട്ട രാഷ്ട്രത്തിൽ ആഭ്യന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ രാജ്യമാകുമ്പോൾ ഇന്ത്യക്കകത്തുണ്ടാകുന്ന പ്രശ്നമോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ മൗലിക അവകാശങ്ങൾക്ക് രാഷ്ട്രം വിലക്ക് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കൈകൊണ്ട് മൗലിക അവകാശങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ മറു കൈകൊണ്ട് ആ അവകാശങ്ങളെ തടയപ്പെടുന്നുണ്ട് എന്ന് വിമർശകർ പറയുവാനുള്ള കാരണം. അപ്പോൾ ഈ കാര്യങ്ങളാണ് മൗലിക അവകാശങ്ങളുടെ പ്രാധാന്യമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ പ്രീവിയസ് ഓഫ് റൈറ്റ് ടു ഫ്രീഡം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മറ്റു വകുപ്പുകൾ ഏതെല്ലാമാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ മറ്റു വകുപ്പുകൾ ഏതെല്ലാമാണ്? ഇതിൽ ഒന്നാമത്തത് വരുന്നത്, കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷക്കെതിരെയുള്ള സംരക്ഷണം. ഇവിടെ നിയമലംഘനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ കാര്യകാരണങ്ങൾ നോക്കാതെയും അന്യായമായി ശിക്ഷിക്കുന്നതിനെതിരെ ഭരണഘടനയിലെ 20ാം വകുപ്പ് സംരക്ഷണം നൽകുന്നുണ്ട്. അതായത് ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ആ വ്യക്തിക്ക് ശിക്ഷകൾ നൽകുവാൻ പറ്റുകയുള്ളൂ. ആരോപിതനായി കഴിഞ്ഞാൽ തന്നെ ശിക്ഷിക്കുന്നതിനെ തടയുന്ന നിയമമാണ് ഒന്നാമത്തെ ഈ നിയമം. കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്ന സമയത്ത് നിലവിലിരിക്കുന്ന നിയമത്തിൻ്റെ ലംഘനം ഒഴിച്ചുള്ള ഒരു കുറ്റത്തിൻ്റെയും പേരിൽ ഒരാളും ശിക്ഷിക്കപ്പെടരുതെന്ന് എന്നത് സൂചിപ്പിക്കുന്നു. അതായത് ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ ആ വ്യക്തി ശിക്ഷിക്കപ്പെടാവൂ. കുറ്റം ചെയ്യാത്ത ഒരാളും ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല എന്നാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമം അനുശാസിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷ ആർക്കും നൽകരുത്. അതായത് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് നിയമത്തിൻ്റെ പരിധിയിലാണോ വരുന്നത് ആ ശിക്ഷ മാത്രമേ
ആ കുറ്റവാളിക്ക് നൽകുവാൻ പാടുകയുള്ളൂ. അല്ലാതെ നിയമം അനുശാസിക്കുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷ ഒരാൾക്കും നൽകുവാൻ പാടില്ല. 44ാമത് ഭേദഗതി നിയമപ്രകാരം ദേശീയ അടിയന്തരാവസ്ഥയിൽ ഈ അവകാശം അനുഭവിക്കുന്നത് എടുത്തു കളയാനാവില്ല. അപ്പൊ ചുരുക്കത്തിൽ ഒന്നാമത്തത് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷക്കെതിരെയുള്ള സംരക്ഷണം. ഒരു വ്യക്തി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതുള്ളൂ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് വരുന്നത് വ്യക്തി സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യവും. ഇവിടെ നിയമത്തിന്റെ നടപടിക്രമങ്ങൾക്ക് അനുസൃതമല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിച്ചുകൂടാ എന്നാണ് ആർട്ടിക്കിൾ 21 വ്യവസ്ഥ ചെയ്യുന്നത്. നിയമത്തിന്റെ നടപടിക്രമങ്ങൾക്ക് അനുസൃതമല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവനും സ്വാതന്ത്ര്യവും ഹനിച്ചുകൂടാ. അതാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ഇവിടെ ഭരണകർത്താക്കൾക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ തോന്നിയ മട്ടിൽ ഒരാളെ ശിക്ഷിക്കുവാനോ ജയിലിലടക്കുവാനോ അവകാശമില്ലെന്നാണ് ഈ വകുപ്പ് പ്രഖ്യാപിക്കുന്നത്. ചില ഉദ്യോഗസ്ഥന്മാർ അവർക്ക് നമ്മൾ യഥാർത്ഥ കുറ്റവാളിയെ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റവാളിയെ കുറ്റം ചുമത്തുക എന്നുള്ള അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ഇല്ലാതിരിക്കുവാനാണ് ആർട്ടിക്കിൾ 21 വ്യവസ്ഥ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥന്മാർക്കോ ഭരണകർത്താക്കൾക്കോ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരാളെ ശിക്ഷിക്കുവാനോ ജയിലിലടക്കുവാനോ ഉള്ള അവകാശം ഇല്ല. അതിനാണ് ആർട്ടിക്കിൾ 21 വ്യവസ്ഥ ചെയ്യുന്നത്. ഭരണനിർവഹണം നടത്തുന്നവർക്ക് ഒരു നിയന്ത്രണം എന്ന നിലക്കുള്ള അവകാശമാണ് ഈ ഒരു അവകാശം കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത്, രണ്ടാമത്തതുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണമാണ് മൂന്നാമത്തതിൽ പറയുന്നത്. ഇവിടെ ഒരു വ്യക്തിയെ അന്യായമായി അറസ്റ്റ് ചെയ്യുന്നതിനും തടങ്കലിൽ വെക്കുന്നതിനുമെതിരെയാണ് 22ാം വകുപ്പ് സംരക്ഷണം ഉറപ്പു നൽകുന്നത്. ഏതെങ്കിലും കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിന്റെ കാരണം എത്രയും വേഗം അറിയുന്നതിനുള്ള അവകാശം ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് അറസ്റ്റ് എന്നുള്ളത് ആ വ്യക്തിക്ക് അതിനുള്ള അവകാശം ആ വ്യക്തിക്ക് ഉണ്ട്. മാത്രമല്ല, അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം ആ വ്യക്തിയെ തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം. അങ്ങനെയല്ല, അറിയാലോ. അപ്പോൾ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹത്തിന് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം. പിന്നീട് അദ്ദേഹത്തിന്റെ മെഡിക്കലൊക്കെ നടത്തുന്നത് കണ്ടിട്ടില്ലേ? അതൊക്കെ ഒരു കുറ്റവാളിയാണെങ്കിലും ആ വ്യക്തിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇനി കരുതൽ തടങ്കൽ, അത് മുൻകരുതൽ നടപടിയാണ്. കരുതൽ തടങ്കൽ എന്നുള്ളതൊരു മുൻകരുതൽ നടപടിയാണ്. അതായത് കുറ്റം ചെയ്യുന്നതിൽ നിന്നും ആരെങ്കിലും തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മുൻകരുതൽ നടപടി എന്നുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തി കുറ്റം ചെയ്യുവാൻ സാധ്യതയുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഒരു മുൻകരുതൽ നടപടി എന്നുള്ള രീതിയിലേക്കാണ് കരുതൽ തടങ്കലിൽ അവരെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ കരുതൽ തടങ്കലിൽ ആക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ചില പ്രധാനപ്പെട്ട കുറ്റവാളികളാണെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഇലക്ഷനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ചില പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി വരുന്നുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രപതി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നക്കാരായിട്ടുള്ള ആളുകളെ ആദ്യമേ പോലീസ് വന്നിട്ട് എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യല്ല, അവരെ ഒരു തടങ്കലിൽ പാർപ്പിക്കും. അതിനു വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വം, അതുപോലെ ക്രമസമാധാനത്തിന്റെ നടത്തിപ്പ്, ആവശ്യ സാധനങ്ങളുടെ വിതരണം, സേവനം സംബന്ധിച്ച നടപടി, പ്രതിരോധം, വിദേശകാര്യങ്ങൾ, രാജ്യത്തിന്റെ സുരക്ഷിതത്വം എന്നിവക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കരുതൽ തടങ്കൽ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അതുപോലെ ക്രമസമാധാനത്തിന്റെ നടത്തിപ്പുകൾ കൃത്യമായിട്ട് കൊണ്ടുപോവുക. പിന്നെ മറ്റൊന്ന് ആവശ്യ സാധനങ്ങളുടെ വിതരണം, സേവനം, ഇവ സംബന്ധിച്ച കാര്യങ്ങൾ, പ്രതിരോധം, വിദേശകാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം രാജ്യത്തിന്റെ സുരക്ഷിതത്വം
ഇവക്കെല്ലാം വേണ്ടിയിട്ടാണ് കരുതൽ തടങ്കൽ നിയമം എന്നുള്ള നിയമം പാസാക്കിയിരിക്കുന്നത്. ഇനി കരുതൽ തടങ്കൽ നിയമത്തിന്റെ ബലത്തിൽ ഒരു വ്യക്തിയെ വേണമെങ്കിൽ 2 മാസത്തിലധികം കാലം തടങ്കലിൽ വെക്കാവുന്നതാണ്. കരുതൽ തടങ്കത്തിൽ ഈ ഒരു പേരിൽ എന്ത് ചെയ്യാൻ പറ്റും? 2 മാസം വരെ ഒരു വ്യക്തിയെ തടങ്കലിൽ വെക്കുവാൻ സാധിക്കുന്നതാണ്. ഹൈക്കോടതിയിലെ നിലവിലുള്ള ജഡ്ജിമാരോ റിട്ടയേർഡ് ജഡ്ജിമാരോ ഉൾപ്പെടുന്ന ഒരു ഉപദേശക സമിതിയുടെ ശുപാർശ പ്രകാരമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് ചില ആളുകളോട് ഒരു വ്യക്തി വൈരാഗ്യമുണ്ട് എങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടം പോലെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെന്ത് വേണം? ഒന്നുകിൽ ജഡ്ജിമാരോ, നിലവിലുള്ള ജഡ്ജിമാരോ അല്ലെങ്കിൽ റിട്ടയേർഡ് ജഡ്ജിമാരോ ഉൾപ്പെടുന്ന ഉപദേശക സമിതി അവരുടെ ശുപാർശ പ്രകാരം മാത്രമേ ഇത്തരത്തിൽ 2 മാസത്തിലധികം കാലം തടവിൽ പാർപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. ഉപദേശക സമിതി അംഗങ്ങളെ നിശ്ചയിക്കുന്നത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി ഹൈക്കോടതിയിൽ നിലവിലുള്ള ജഡ്ജിയായിരിക്കും ഉപദേശക സമിതിയുടെ ചെയർമാനും. അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഉപദേശക സമിതിയോ അല്ലെങ്കിൽ അതിൽപ്പെട്ട ജഡ്ജിമാരൊക്കെ നിർദ്ദേശിക്കുകയാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ആളുകളെ 2 മാസത്തിലധികം തടങ്കലിൽ വെക്കുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളുടെ മറ്റ് വകുപ്പുകളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മെൻഷൻ എനി 3 ആസ്പെക്ട് ഓഫ് റൈറ്റ് ടു ഇക്വിറ്റി. ഏതെങ്കിലും 3 തരത്തിലുള്ള സമത്വത്തെക്കുറിച്ച് എഴുതുക. 3 തരത്തിലുള്ള സമത്വത്തെക്കുറിച്ച് എഴുതാനാണ്. അതിൻ്റെ ആൻസർ നോക്കൂ. ആക്ട് 14 മുതൽ 18 വരെ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് വരുന്നത് നിയമത്തിന് മുന്നിലുള്ള സമത്വം, ഈക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുന്നിലുള്ള സമത്വം, അതായത് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അത് സമ്പന്നരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും അധികാരികളാണെങ്കിലും പിന്നെ പൗരന്മാരാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാവരും ഇന്ത്യൻ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. രണ്ടാമത്തത് സാമൂഹിക സമത്വം, സോഷ്യൽ ഈക്വാലിറ്റി, സാമൂഹിക സമത്വം. മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ ജനനസ്ഥലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ പൗരന്മാർ തമ്മിൽ വിവേചനമില്ല. സാമൂഹികപരമായിട്ട് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും വർഗം, ജാതി, ലിംഗം, പുരുഷനോ സ്ത്രീയോ ഒന്നും നോക്കാതെ സാമൂഹിക സമത്വം എല്ലാവർക്കും ഒരുപോലെയാണ്. മൂന്നാമത്തെ കാര്യമാണ് അവസര സമത്വം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ജോലി, പൊതുജന സേവനം തുടങ്ങിയ മേഖലകളിൽ എല്ലാവർക്കും അവസരങ്ങൾ തുല്യമാണ്. ജോലി, പൊതുജന സേവനം തുടങ്ങിയ മേഖലകളിൽ എല്ലാവർക്കും അവസരങ്ങൾ തുല്യമാണ്. അപ്പോൾ ഇത് 3 നിയമങ്ങളെ 3 തരത്തിലുള്ള സമത്വത്തെക്കുറിച്ച് പറഞ്ഞത്. 1 നിയമത്തിന് മുന്നിലുള്ള സമത്വം, 2 സാമൂഹിക സമത്വം, 3 അവസര സമത്വം. ഇനി നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്ക്രൈബ് 6 പ്രൊവിഷൻ ഓഫ് റൈറ്റ് ടു ഫ്രീഡം. ഭരണഘടനയിൽ ഉറപ്പുവരുത്തിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള 6 തരത്തിലുള്ള വ്യവസ്ഥകൾ എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ ഇന്ത്യൻ പൗരന്മാർക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വരുന്നതാണ്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ ഇന്ത്യൻ പൗരന്മാർക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 19ാം വകുപ്പ് 6 തരത്തിലുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 6 തരത്തിലുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഓരോന്നും വിശദീകരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തത് വരുന്നത് സംഭാഷണ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ഒന്നാമത്തത്. ഇവിടെ ഒരു സ്വതന്ത്ര സമൂഹത്തിൽ തികച്ചും ആവശ്യമുള്ള ഒന്നാണ് സംഭാഷണ സ്വാതന്ത്ര്യം. ഈ അവകാശത്തെ കൂടാതെ സ്വതന്ത്രമായ സംവാദവും സത്യസന്ധമായ അഭിപ്രായ പ്രകടനവും സാധ്യമല്ല. ഏതൊരു വ്യക്തിക്കും
സ്വതന്ത്രമായിട്ട് സംസാരിക്കുവാനും സംവാദം നടത്തുവാനും ഓരോ വ്യക്തിയുടെയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാനുമുള്ള അവകാശം ഉണ്ട്. ഈ അവകാശത്തിനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യത്തിന് ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ ആവുകയില്ല എന്നാണ് പറയുന്നത്. ഇതിൽപ്പെട്ടതാണ് പ്രസിദ്ധീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. അറിയാലോ, അപ്പോൾ ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങനെയാണ് പ്രസിദ്ധീകരണത്തിനുള്ള സ്വാതന്ത്ര്യം ഇതിൽ ഉൾപ്പെടുന്നത്. മാത്രമല്ല, രാഷ്ട്രത്തിൻ്റെ പരമാധികാരം, വിദേശ രാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദ ബന്ധം, പിന്നെ കോർട്ട് ലക്ഷ്യം, മാനനഷ്ടം, പൊതുവ്യവസ്ഥ, ഇവയെല്ലാം ഇതിനൊക്കെ വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിൻ്റെയും വിദേശ രാഷ്ട്രങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധം, പിന്നെ അതുപോലെ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട മാനനഷ്ടം, ഇതിനൊക്കെ വിധേയമായി കൊണ്ടായിരിക്കണം ഒരു വ്യക്തിക്കുള്ള സംഭാഷണത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേണ്ടത്. ഇനി രണ്ടാമത്തത് വരുന്നതാണ് സമ്മേളന സ്വാതന്ത്ര്യം. ഒരുമിച്ച് കൂടുവാനുള്ള, മീറ്റിംഗ് സംഘടിപ്പിക്കുവാനുള്ള അവകാശം. സമ്മേളന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിനും ജാഥ നടത്തുന്നതിനുമുള്ള അവകാശം ലഭിക്കുന്നുണ്ട്. അതായത് ഏതൊരു സംഘടനക്കും അവരുടെ സമ്മേളനങ്ങൾ, ഒരുമിച്ച് കൂടുവാനും മീറ്റിംഗ് പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. അതുപോലെ അവർക്ക് ജാഥ നടത്തുന്നതിനുള്ള അവകാശവും ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സമാധാനത്തോടും നിരായുധരായും മാത്രമേ സമ്മേളന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ നൽകുന്നുള്ളൂ, അനുഭവിക്കാനാവുകയുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത് സംഘടനാ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് അസോസിയേഷൻ. സംഘടനാ സ്വാതന്ത്ര്യമാണ് മൂന്നാമത്തത്. ഇവിടെ സംഘടനാ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്കും തൊഴിൽ സംഘടനകൾക്കും മറ്റും നിലനിൽക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പല രീതിയിലുള്ള സംഘടനകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അത് സംഘടനാ സ്വാതന്ത്ര്യം എന്നുള്ള അവകാശ പരിധിയിലാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തിനും സമഗ്രതക്കും പൊതുവ്യവസ്ഥക്കും ധാർമ്മികതക്കും വിധേയമായിട്ടായിരിക്കണം സംഘടനാ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉണ്ടായിരിക്കുക. ഇപ്പോൾ സംഘടനാ സ്വാതന്ത്ര്യത്തിന് അവകാശമുണ്ട് എന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അവർക്കുള്ള ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള ധാർമ്മികതക്ക് വിധേയമായിട്ടായിരിക്കണം സംഘടനാ സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നാലാമത്തതാണ് സഞ്ചാര സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. പൊതുജനങ്ങളുടെ താൽപര്യപ്രകാരവും ഏതെങ്കിലും പട്ടികവർഗ വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലുള്ള അവകാശം രാഷ്ട്രത്തിന് നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഏതൊരു വ്യക്തിക്കും, ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുവാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അഞ്ചാമത്തതാണ് പാർപ്പിട സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനും കുടുംബജീവിതം നയിക്കുന്നതിനും ഇന്ത്യൻ പൗരന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യയുടെ പരിധിക്കുള്ളിൽ എവിടെ വേണമെങ്കിലും താമസിക്കാം, എവിടെ വേണമെങ്കിലും കുടുംബജീവിതം നയിക്കുവാനുള്ള അവകാശം ലഭിക്കുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19-ാം വകുപ്പ് പ്രകാരം ഉറപ്പാക്കിയിരിക്കുന്നു. വകുപ്പ് 19 പ്രകാരമാണ് പാർപ്പിട സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നൽകുന്നത്. ഇനി പാർപ്പിട സ്വാതന്ത്ര്യമുള്ള ഈ അവകാശം പൊതുജന സ്വാതന്ത്ര്യം അനുസരിച്ചും പട്ടികവർഗ വിഭാഗങ്ങളുടെ സംരക്ഷണം മുൻനിർത്തിയും നിയന്ത്രിച്ചുമായിരിക്കണം പാർപ്പിട സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേണ്ടത്. അതായത് ചില വിഭാഗങ്ങൾക്ക് റിസർവ് ചെയ്ത പ്രദേശങ്ങളിൽ ആ വിഭാഗങ്ങൾക്ക് മാത്രമേ അവിടെ പാർപ്പിടത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഇന്ത്യൻ പരിധിക്കകത്ത് എവിടെ വേണമെങ്കിലും എല്ലാ പൗരന്മാർക്കും ജീവിക്കുവാനും കുടുംബജീവിതം നയിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ആറാമത്തതാണ് തൊഴിൽ, വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവക്കുള്ള സ്വാതന്ത്ര്യമാണ് അടുത്തത്. ഏത് തൊഴിൽ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാപാരമോ വാണിജ്യമോ വ്യവസായമോ
നടത്തുന്നതിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ സമൂഹം ദുസ്സഹമെന്ന് കരുതുന്ന ഒരു തൊഴിലോ അല്ലെങ്കിൽ വ്യാപാരമോ ഏറ്റെടുത്ത് നടത്തുവാൻ ഒരു പൗരനെയും അനുവദിക്കുന്നില്ല. അതായത് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ഏതൊരു ജോലിയും ഏതൊരു ജോലിയും എടുത്തോ അല്ലെങ്കിൽ ഏതൊരു വ്യാപാരം നടത്തി ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരന് ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ ഭരണഘടനയിൽ ഉറപ്പുവരുത്തുന്ന സ്വാതന്ത്ര്യത്തിനുള്ള 6 തരത്തിലുള്ള വ്യവസ്ഥകളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ റൈറ്റ്സ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശം. ഇനി പറയുന്നത് ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശമാണ്. ഭരണഘടനയിലെ 23, 24 വകുപ്പുകൾ ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തെ പറ്റിയാണ് പറയുന്നത്. 23, 24 ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശത്തെ പറ്റിയാണ് പറയുന്നത്. ചൂഷണം എന്നാൽ ഒരാളുടെ സ്വന്തം ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുക എന്നാണ് അർത്ഥം. ചൂഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ സ്വന്തം ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ചൂഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഭരണഘടനയിലെ 23ാം വകുപ്പ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഉപയോഗിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്നു. അതായത് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുവാൻ പാടില്ല, അത് കുറ്റകരമാണ്. അതുപോലെ ഈ വകുപ്പ് അനുസരിച്ച് അടിമപ്പണിയെയും മറ്റ് നിർബന്ധിത തൊഴിലുകളെയും നിരോധിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയെ അടിമ ജോലി ചെയ്യിപ്പിക്കുക അത് നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല നിർബന്ധിത തൊഴിലുകളെയും നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി 24ാം വകുപ്പ് ഏതെങ്കിലും ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഖനിയിൽ അതുമല്ലെങ്കിൽ അപകടകരമായ മറ്റേതെങ്കിലും മേഖലയിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകൽ രക്ഷിതാക്കളുടെയും മാതാപിതാക്കളുടെയും മേൽ കടമയാണ്. അതുകൊണ്ട് തന്നെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. മാത്രമല്ല അപകടകരമായ മേഖലകളിൽ ജോലി ചെയ്യിപ്പിക്കുന്നതെല്ലാം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം 23, 24 വകുപ്പ് പ്രകാരമാണ് ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശങ്ങൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യനാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മതനിരപേക്ഷത നിലനിർത്താൻ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇനി പറയുന്നത് മതസ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഇനി പറയുന്നത് കേട്ടോ. ഇതില് ഇന്ത്യയുടെ മതനിരപേക്ഷ സ്വഭാവത്തിന്റെ അടിസ്ഥാനമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ധാരാളമായിട്ട് മതങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ആ അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതകാര്യങ്ങളിൽ രാഷ്ട്രം എല്ലാവർക്കും തുല്യ രീതിയിൽ സംരക്ഷണം നൽകുന്നുണ്ട്. മതനിരപേക്ഷതയുടെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടുള്ള സ്വതന്ത്രമായ മതപ്രവർത്തനം ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അപ്പോൾ മതനിരപേക്ഷതയുടെ ചട്ടക്കൂടിനകത്ത് നിന്ന് അതിൻ്റെ നിയന്ത്രണങ്ങൾ ഉൾക്കൊണ്ട് മാത്രമേ സ്വതന്ത്രമായിട്ടുള്ള മതപ്രവർത്തനത്തെ ഭരണഘടന അനുവദിക്കുന്നുള്ളൂ. സാമൂഹ്യക്ഷേമം മുൻനിർത്തി മതസ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുവാനും നിയമം മൂലം രാഷ്ട്രത്തിന് കഴിയുന്നതാണ്. പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെ നടത്തിപ്പിനോ അഭിവൃദ്ധിക്കോ വേണ്ടി നികുതി നൽകാൻ ആരെയും പ്രേരിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഇപ്പോൾ ഏതെങ്കിലും മതത്തിൻ്റെ നടത്തിപ്പിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നികുതി നൽകുവാൻ ആരെയും നിർബന്ധിപ്പിക്കുവാൻ പാടുള്ളതല്ല. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനങ്ങൾ നൽകുന്നത് ഭരണഘടനയിലെ 28ാം വകുപ്പ് നിരോധിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനങ്ങൾ, അപ്പോൾ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസങ്ങളിലെല്ലാം
മതത്തെക്കുറിച്ചിട്ടൊക്കെ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നത് ഭരണഘടന 28-ാം വകുപ്പ് പ്രകാരം നിരോധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനങ്ങൾ നടത്തുന്നതിനെ രാഷ്ട്രം എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മതം പഠിപ്പിക്കണമെങ്കിൽ അവരുടെ മതസ്ഥാപനങ്ങളിൽ വേണമെങ്കിൽ മതം പഠിപ്പിക്കാം. മറ്റുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളെയൊന്നും ഉൾപ്പെടുത്തുവാൻ പാടില്ല എന്ന് ഭരണഘടനയിലെ 28-ാം വകുപ്പ് പ്രകാരം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് മതനിരപേക്ഷതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 6ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് കേൾക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.